അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഉപ്പമാരെ, ഉമ്മമാരെ, കരുണാവാരിധിയായ പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും, ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ക്ഷമിക്കുവാനും ആ ക്ഷമിക്കുന്നവർക്ക് കിട്ടുന്ന വലിയ പ്രതിഫലം കരസ്ഥമാക്കുവാനും അള്ളാഹു തൗഫീക്ക് തരുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളെ തൊട്ടും പ്രശ്നങ്ങളെ തൊട്ടും അള്ളാഹു താല നമുക്ക് കാവൽ തരുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു താല ഹാസിലാക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ മുഹറം മാസത്തിലേക്കൊക്കെ നമ്മൾ പ്രവേശിച്ച് അതിൻ്റെ സുന്ദരമായ ഓരോ ദിവസങ്ങളും നമ്മളിലേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഉള്ളത് വിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ രണ്ടാമത്തെ രാവിലാണ്. നാളെ രണ്ടാമത്തെ ദിനമാണ്. അള്ളാഹു താല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, ഇന്ന് പകൽ നോമ്പ് പിടിച്ച ആളുകളൊക്കെ ഉണ്ട്. അള്ളാഹു താല സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. ഇനിയുള്ള ദിവസങ്ങളിലുമൊക്കെ നമുക്ക് പുണ്യമായി മുഹറം മാസത്തിൻ്റെ ഈ ആദ്യത്തെ 10 ദിവസങ്ങളിൽ, തുടക്കത്തിലെ 10 ദിവസം, തുടക്കം മോശമായാൽ പിന്നെ ഒടുക്കവും മോശമാകുമല്ലോ. അതുകൊണ്ട് തുടക്കം നമ്മൾ ഉഴപ്പിക്കളയരുത്, മോശമാക്കി കളയരുത്. മുഹറം 10 വരുമ്പോഴല്ല നോമ്പ് പിടിക്കേണ്ടത്, ഇപ്പോഴേ നോമ്പ് പിടിക്കുന്നത് എന്തിനാ എന്നൊക്കെ ചോദിക്കുന്ന പലരും ഉണ്ടാവാം, അല്ലെങ്കിൽ ചിന്തിക്കുന്നവരുണ്ടാകാം. അങ്ങനെയല്ല, മുഹറം 1 മുതലേ ഇൻഷാ അല്ലാഹ് നമ്മൾ ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാനമൊക്കെ പറഞ്ഞതുപോലെ തൗബയുള്ള ഒരു മനസ്സോടെ നമ്മൾ മുഹറത്തെ സ്വീകരിക്കണമെന്നാണ്. അൽഹംദുലില്ലാഹ്, അങ്ങനെയാണ് നമ്മൾ സ്വീകരിച്ചത്. അല്ലാഹു തആല നമ്മുടെ തൗബയെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സുന്ദരമായ പവിത്രമായ മുഹറം മാസത്തിൻ്റെ ഈ തുടക്ക ദിവസങ്ങളിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് പറയാൻ പോകുന്ന ദിക്ർ ഔറാദുകൾ എന്തുകൊണ്ടും നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറാനും സങ്കടങ്ങൾ ദൂരീകരിക്കപ്പെടാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന, അതുപോലെ തന്നെ പ്രവാചകന്മാർക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊടുത്ത മാസമാണല്ലോ ഈ മുഹറം മാസം. അപ്പോൾ ആ പ്രവാചകന്മാർ അവരുടെ നേട്ടങ്ങൾ കിട്ടാൻ കാരണമായ ചില ദുആകൾ, ദിക്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നിച്ചു പറഞ്ഞ് നമുക്കുമൊക്കെ നമ്മുടെ പ്രയാസങ്ങൾക്ക് ഒരു അറുതി ഇൻഷാ അല്ലാഹ് വരുത്തണം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളും ഒക്കെ നോമ്പ് പിടിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് രാത്രി തന്നെ നിങ്ങൾ നിയ്യത്ത് വെക്കുക, മുഹറം മാസത്തിൽ നിന്നുള്ള ഒരു സുന്നത്തായ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ റമളാനിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ഫർളായ നോമ്പ് ഞാൻ ഖളാ വീട്ടുന്നു എന്നൊക്കെ നിയ്യത്ത് വെക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു തആല ഈ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ നമ്മുടെ ദിക്റിൻ്റെ മജ്ലിസിലേക്ക് കടക്കാം. പരിശുദ്ധമായ മുഹറം മാസം, ആ മുഹറം മാസത്തിൻ്റെ എല്ലാ ദിവസവും, ഇന്നും ഇനി നാളെയും മറ്റന്നാളും എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലിയിരിക്കേണ്ട, നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു പ്രത്യേകമായ ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. അത് വേറൊന്നുമല്ല, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അല്ലാഹുവേ, എല്ലാ സമയത്തും, പുതിയൊരു വർഷമാണല്ലോ ഇത്, പുതിയൊരു മാസമാണ്. അപ്പോൾ റബ്ബേ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എൻ്റെ എല്ലാ അവസ്ഥയിലും റബ്ബേ നിനക്കാകുന്നു സർവസ്തുതിയും. വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്, പടച്ചവനെ എല്ലാ തെറ്റുകളിൽ നിന്നും ഞാനിതാ നിന്നിലേക്ക് ഇസ്തിഗ്ഫാർ തേടുകയാണ്, പാപമോചനം തേടുകയാണ്. ഇതാണ് ആ ഒരു ദിക്റിൻ്റെ അർത്ഥം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതൊരു ദിക്ർ, ഈ പുണ്യമായ ഇസ്തിഗ്ഫാർ വലിയ ഒരു പ്രതിഫലം കിട്ടുന്ന അമലാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നമുക്ക് ഈ ഒരു ദിക്ർ പറയാം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹി
لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു മാസമാണ് മുഹറം മാസം. മുഹറം മാസത്തിൻ്റെ പ്രധാനപ്പെട്ട ആ മുഹറം 10 അന്നാണല്ലോ ആ ഒരു വലിയ അത്ഭുത സംഭവം ഉണ്ടായത്. മഹാനവറുകൾ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെട്ടത് വിശുദ്ധമായ ഖുർആൻ നമുക്ക് സാക്ഷ്യപ്പെടുത്തി തരുന്നുണ്ട്. അവിടെ അദ്ദേഹം പറഞ്ഞ ആ ഒരു വാചകം പറയുന്നു, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ പടച്ചവനെ, നീയല്ലാതെ ആരാധനക്കർഹനില്ല, ഞാൻ അക്രമം ചെയ്തവരിൽ പെട്ടുപോയി എന്നുള്ള അർത്ഥം വരുന്ന ആ ഒരു പുണ്യമായ ദിക്ർ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളും നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാനും നമുക്ക് ഒരുപാട് നിഅമത്തുകൾ ജീവിതത്തിൽ കിട്ടാനും എല്ലാവിധ ബറക്കത്തും ജീവിതത്തിൽ സമാധാനവും ഉണ്ടാവാനും നമുക്ക് ഈ ഒരു ദിക്ർ പര്യാപ്തമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ദിക്റിൻ്റെ മജ്‌ലിസിൽ മാത്രമല്ല, ഇതല്ലാത്തപ്പോഴും നിങ്ങൾക്ക് ഈ ദിക്ർ പറയാം കേട്ടോ. ഇൻഷാ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ.
الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين 10 പ്രവാചകന്മാർക്ക് അല്ലാഹു തആല 10 സഹായങ്ങൾ കൊടുത്ത ഒരു മാസമാണ്, പ്രത്യേകിച്ച് ഒരു ദിവസമാണ് മുഹറം 10. അപ്പോൾ അതിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാ ആ ഒരു 10 പ്രവാചകന്മാരിൽ പ്രധാനപ്പെട്ട ആളാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിക്ക് അല്ലാഹു തആല ഒരുപാട് നിഅമത്ത് കൊടുത്തു, അതിനേക്കാൾ ഉപരി ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുത്തു. ആ പരീക്ഷണങ്ങളിലൊക്കെ മഹാനവർകൾ പിടിച്ചു നിന്നത് ഒരൊറ്റ വാക്കുകൊണ്ടാണ്, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഇൻഷാ അല്ലാഹ് നമുക്കും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ തടഞ്ഞു നിർത്താൻ ഒരു പരിചയമായി നമുക്ക് ഈ ഒരു ദിക്ർ നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറഞ്ഞാലോ? ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ ഹസ്ബുനല്ലാഹു വ نعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم 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 الوكيل نعم المولى
المولى ونعم النصير حسبنا الله ونعم الوكيل نعم 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 المولى ونعم النصير. നമ്മൾ ചെയ്യുന്ന അമലുകൾ അല്ലേ, ഒരുപാട് നിസ്കാരവും ഇപ്പം അൽഹംദുലില്ലാഹ് ഇന്നും നോമ്പ് പിടിച്ച ആളുകളുണ്ട്, നാളെയൊക്കെ നോമ്പ് പിടിക്കാൻ മനസ്സിൽ കരുതിയവരുണ്ട്. അപ്പോൾ നമ്മൾ പിടിക്കുന്ന നോമ്പുകളും മറ്റ് സൽക്കർമ്മങ്ങളും എല്ലാം അല്ലാഹു തആല സ്വീകരിക്കണം. അപ്പോൾ അതിന് പറ്റുന്ന ഒരു ദുആയാണ്. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല, വെറുതെ ഒരുപാട് അമൽ ചെയ്താൽ മാത്രം പോരല്ലോ, അതൊക്കെ റബ്ബ് തആല കബൂൽ ചെയ്യണ്ടേ. അപ്പോൾ കബൂലിയത്തിന് വേണ്ടിയുള്ള ദുആ നമ്മൾ ഇൻഷാ അല്ലാഹ് മറന്നു പോകാൻ പാടില്ല. നിങ്ങളുടെ ഏതൊക്കെ ദുആയുണ്ടോ അതിലൊക്കെ ഈ ഒരു ദുആ ഉൾപ്പെടുത്താൻ വിട്ടുപോകണ്ട. പറഞ്ഞാലോ, ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك
ഇന്നക അന്തത് തവ്വാബുർ റഹീം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. നമ്മളെല്ലാവരും മരണപ്പെട്ട ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മീസാൻ എന്ന തുലാസ് ഉണ്ട്, നന്മയും തിന്മയും തൂക്കപ്പെടുന്ന ആ മീസാൻ എന്ന തുലാസിൽ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് താഴാനും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഇഷ്ടം നമുക്ക് കിട്ടാനും നമുക്ക് ഇൻഷാ അല്ലാഹ് ഇപ്പോഴേ നമുക്ക് പരിശ്രമിക്കാം. ഏതിലൂടെ? പുണ്യമായ ഒരു ദിക്റിലൂടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊന്ന് പറഞ്ഞാലോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിhi 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 അസ്തഗ്ഫിറുല്ലാഹ്. പരിശുദ്ധമായ ഖുർആനിലെ അതിപ്രധാനപ്പെട്ട ഒരു ആയത്താണല്ലോ ആയത്തുൽ കുർസി അല്ലേ? ആയത്തുൽ കുർസിൻ്റെ നേട്ടവും ശ്രേഷ്ഠതയൊക്കെ എത്രയാ നമ്മൾ പറഞ്ഞല്ലോ. മുഹറം മാസത്തിൻ്റെ ആ ഒരു പ്രഥമ രാത്രിയിലും പ്രഥമ പകലിലും ഒക്കെ ആയിട്ട് 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതിയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. നമ്മളെ ഓതിയവരാണ്, അൽഹംദുലില്ലാ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇനി എല്ലാ ദിവസവും നമുക്ക് ആയത്തുൽ കുർസി ഓതാൻ പറ്റണം. ഒരുപാട് നേട്ടമാണ് അതിൻ്റെ ശ്രേഷ്ഠതയും അത് ഓതിയാൽ കിട്ടുന്ന നേട്ടമൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല, നമുക്കൊന്ന് ഓതിയാലോ? കുറച്ച് പ്രാവശ്യം ആയത്തുൽ കുർസിയും കൂടെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കിടക്കാം.
بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم الحمد لله അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇന്നത്തെ ദിക്റിന്റെ സ്വലാത്തിന്റെ തസ്ബീഹിന്റെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നമ്മൾ ചൊല്ലിയ ഓരോരുത്തർക്കും അല്ലാഹു തആല നൽകുമാറാവട്ടെ. ഒരുപാട് നേട്ടങ്ങളും പ്രത്യേകതകളൊക്കെ ഉള്ള രാവുകളാണ്, പകലുകളാണ്. അതിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും ഈ ദിക്റുകൾ കൊണ്ട് മാത്രം ഒതുക്കരുത്. നിങ്ങൾക്ക് സ്വന്തമായി അറിയാവുന്ന എല്ലാ ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളൊക്കെ പറയുക. വിശുദ്ധമായ ഖുർആൻ പാരായണം മറന്നു പോവണ്ട. എല്ലാ ദിവസവും പറ്റുന്ന പോലെ യാസീൻ ഓതണം. അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിഅ എല്ലാം അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും സ്പെഷ്യലായി എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസ് നമ്മൾ ദുആരക്കും. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനൊക്കെ ഓതിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു തആല കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അർഹമുർ റഹീമീനായ കരുണയുള്ള റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാഹുവേ. പടച്ചവനെ, പാപികളാണ്, ദോഷികളാണ്, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവും ഒറ്റക്കും കൂട്ടായും ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരാണ് റബ്ബേ. ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ, നരകമോചനം തരണേ അല്ലാ, സ്വർഗപ്രവേശനം തരണേ അല്ലാ. സ്വർഗത്തിൽ ഞങ്ങളുടെ നേതാവ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സന്തോഷത്തോടെ ഞങ്ങളുടെ കുടുംബാദികൾ എല്ലാവരോടൊപ്പം ഒരുമിച്ച് ചേരാനുള്ള മഹാസൗഭാഗ്യം നീ നസീബാക്കണേ അല്ലാ. അല്ലാഹു അതിന് തടസ്സമാകുന്ന തെറ്റുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി നിൽക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീക്ക് തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഭാര്യ സന്താനങ്ങൾ, ഉസ്താദുമാര്, ഞങ്ങളുടെ കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവര്, അല്ലാഹുവേ, ഭർത്താക്കന്മാര്, ഞങ്ങളുടെ ഇഷ്ടജനങ്ങൾ, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവർ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ, ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഖബറിലാണ്. അല്ലാഹുവേ, അവരുടെ ഖബറെല്ലാം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുമൊക്കെ മരിച്ചു പോവാനുള്ളവരാണ് ഞങ്ങളും. അല്ലാഹുവേ, മരണപ്പെട്ട ആരുടെ മണ്ണിലേക്ക്, ഖബറിലേക്ക് ചെല്ലുമ്പോ ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ റഹ്മാനേ. അല്ലാഹുവേ, ഈ സദസ്സ് കാണുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് ഉപ്പമാരുണ്ട്, ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങൾ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് തരണേ അല്ലാ. വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാ, സങ്കടങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവർക്കും നീ ഖൈർ ബറകാത്തുകൾ കൊടുക്കണേ അല്ലാ, സലാമത്തുകൾ കൊടുക്കണേ അല്ലാ. മാരകമായ അസുഖങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ക്യാൻസർ തരല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാ, കിഡ്നിക്ക് പ്രോബ്ലം തരല്ലേ അല്ലാ. പ്രഷർ ഉള്ളവരുണ്ട്, ഷുഗർ ഉള്ളവരുണ്ട്, കൊളസ്ട്രോൾ ഉള്ളവരുണ്ട്, യൂറിക് ആസിഡ് കൂടിയവരുണ്ട്, അതുപോലെ തൈറോയിഡിന്റെ പ്രശ്നമുള്ളവരുണ്ട്, വെരിക്കോസിന്റെ അസുഖമുള്ളവരുണ്ട്. അല്ലാഹുവേ, ശാരീരികമായ മാനസികമായ എന്തെല്ലാം ബുദ്ധിമുട്ട്, പ്രയാസ, പ്രതിസന്ധികൾ ഉണ്ടോ എല്ലാം നീ മാറ്റിത്തരണേ അല്ലാ. നരമ്പിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതിസന്ധി അനുഭവിക്കുന്ന സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. എല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെയെല്ലാം നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കണേ അല്ലാ. അവരുടെ പഠനങ്ങളിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ഓർമ്മശക്തി കൊടുക്കണേ അല്ലാ, എക്സാമുകൾക്ക് നല്ല മാർക്ക് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾ ജോലി അന്വേഷിക്കുന്നവരുണ്ട്, ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, വിദേശത്ത് പോവാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ട്, ഖൈർ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ദമ്പതിമാരാണ് ഉസ്താദെ ദ്വാരക്കണമെന്ന് പറഞ്ഞത്. അവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളിൽ നീ നന്മ തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, വിവാഹം ശരിയാവാത്ത ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങൾ, ഖൈറായ ഇണകൾ അവർക്ക് നീ കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഈ വിനീതന്റെ വീട് പണി ഉൾപ്പെടെ അല്ലാഹുവേ നീ വേഗത്തിലാക്കി തരണേ അല്ലാ, പൂർത്തീകരിച്ച് തരണേ
തരണയല്ല. കടങ്ങൾ വെക്കല്ലേ അല്ല, കടങ്ങളുണ്ട് നീ മാറ്റിത്തരണയല്ല. ലക്ഷക്കണക്കിന് രൂപ കടങ്ങളുള്ള സഹോദരന്മാര് സഹോദരിമാര് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ല. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് കൊടുക്കണേ അല്ല, ജോലി കൊടുക്കണേ അല്ല. ജോലിയില്ലാത്തവർക്ക് ഖൈറായ നല്ല ജോലി കൊടുക്കണേ റഹ്മാനെ. ഹലാലായ സമ്പത്ത് തരണേ അല്ല, ഹറാമായ സമ്പത്തിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ആപത്ത് മുസീബത്ത് കണ്ണീർ സിഹറിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വാഹനം ഞങ്ങളുടെ കുടുംബം എല്ലാത്തിലും അല്ലാഹുവേ നീ ബറക്കത്തും സലാമത്തും സന്തോഷവും നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്, അപകട മരണങ്ങൾ തരല്ലേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. മരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ശരീരം അല്ലാഹുവേ ഫ്രീസറിൽ വെച്ച് ഇങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കാത്തുവെക്കുന്ന ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ ശരീരം കീറുമുറിക്കുന്ന പോസ്റ്റ്മോർട്ടം തരല്ലേ അല്ലാ. അല്ലാഹുവേ ഖൈറായ സമയത്ത് ഖൈറായ സ്ഥലത്ത് വെച്ച് ഖൈറായ നല്ല വാക്കുകൾ പറഞ്ഞു മരിക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. അല്ലാഹുവേ ഇനി വരുന്ന വർഷം ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ. അവരുടെ ആ മനസ്സിലുള്ള ഹജ്ജിന്റെ ആ വലിയ ആഗ്രഹം നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. അതിന്റെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ജീവിതത്തിൽ ഖൈറും സലാമത്തും ബറക്കത്തും റാഹത്തും എല്ലാവിധത്തിലുള്ള സന്തോഷവും നൽകണേ അല്ലാ. ഒരുപാട് മുഅ്മിനീങ്ങൾ ഉസ്താദേ പ്രത്യേകം ദുആരക്കണേ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഓരോ വീഡിയോകൾക്ക് താഴെ അല്ലാഹുവേ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കമന്റുകളാണ് റഹ്മാനെ. ആരൊക്കെ ദുആ ചെയ്യാൻ പറയുന്നു. എല്ലാ മുഅ്മിനീങ്ങളുടെ മനസ്സ് നീ അറിയുന്നവരാണ്, കാണുന്നവരാണ്. അവരെ നീ നിരാശരാക്കല്ലേ അല്ലാ. അല്ലാഹുവേ അവരുടെയൊക്കെ മനസ്സിന്റെ എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. ബുദ്ധിമുട്ട് കടങ്ങളൊക്കെ വീട്ടി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഹലാലായ ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാ. എല്ലാ ഉദ്ദേശങ്ങളും നീ ഖൈറിലാക്കി തരണേ അല്ലാ, സഫലീകരിച്ച് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ പരിശുദ്ധമായ മുഹറം മാസത്തിലാണല്ലോ ഞങ്ങൾ ഉള്ളത്. ഈ മുഹറം മാസം, ഈ ഒരു പുതുവർഷം ഞങ്ങൾക്ക് ബറക്കത്തിന്റെ മാസമാക്കണേ അല്ലാ, വർഷമാക്കണേ അല്ലാ, സന്തോഷത്തിന്റെ മാസമാക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ദിക്ർ ഔറാദുകൾ സ്വീകരിക്കണേ അല്ലാ. ഓരോ ദിക്റിനും വ്യത്യസ്തമായ ഗുണങ്ങളുണ്ട്, അത് മുഴുവനും ഞങ്ങൾക്ക് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ നിന്റെ ത്വാഅത്തിലായി ജീവിക്കാൻ, ഈമാനോടുകൂടി മരിക്കാൻ, അവസാനം സ്വർഗ്ഗത്തിൽ മുത്തായ റസൂലിന്റെ കൂടെ ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് തരണേ അല്ലാ. ഞങ്ങൾ എല്ലാവരെയും നീ ഖബൂലാക്കണേ അല്ലാ. എന്തെങ്കിലും ഞങ്ങളൊക്കെ ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീ പരിഹരിച്ച് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ നിന്റെ ലിഖാ, നിന്നെ കാണാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ അല്ലാ. ഈ ദുആക്ക് ആമീൻ പറയുന്ന ഉമ്മമാരെ ഉപ്പമാരെ നീ സ്വീകരിക്കണേ അല്ലാ. അവർക്കൊക്കെ ജീവിതത്തിൽ നന്മ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാ നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കാൻ നമ്മുടെ മജ്ലിസിന്റെ ആ ലിങ്കുകളൊക്കെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അവരൊക്കെ കാണട്ടെ, അവരൊക്കെ ദിക്ർ ചൊല്ലട്ടെ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.